എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കേക്ക് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ, ഇത് ന്യൂ ഇയറിന് അർദ്ധരാത്രിയിൽ ഉണ്ടാക്കിയ കേക്കാണ്. ഇതുവരെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ ഇതങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ഞാൻ ന്യൂ ഇയറിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ആ കേക്കിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാത്രിക്ക് ഉണ്ടാക്കിയ കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ചോക്ലേറ്റ് ചേർത്ത് കൊക്കോ പൗഡർ എക്സ്ട്രാ ചേർക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതിങ്ങനെ രാത്രിക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയ കാരണം അതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മൂന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക, ലെവലാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ്, ഞാൻ മിൽക്കി കളർ ചോക്ലേറ്റ് ആയിരുന്നു എടുത്തത്. ആ ചോക്ലേറ്റും കൂടി ഒന്ന് ഒരുക്കി ക്രീമിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ക്രീമിനൊരു കളർ വ്യത്യാസമുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഒരുക്കി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ കട്ടകട്ടി പോലെയൊക്കെ തോന്നുന്നല്ലേ, ചോക്ലേറ്റ് ഇച്ചിരി തണുത്ത് പോയായിരുന്നു. അപ്പം അതിങ്ങനെ ഇച്ചിരി മിക്സാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നേ, ഇച്ചിരി ടൈറ്റായി പോയതുകൊണ്ട്, അതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് പോലെ തോന്നുന്നേ. അത് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഉരുക്കി നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ചോക്ലേറ്റ് ചീവിതും കൂടെ ഇട്ട് കൊടുക്കുക ഇടയ്ക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാതെ. ഞാനിങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സോക്ക് ചെയ്യുന്നത് പാലും വിപ്പിംഗ് ക്രീമും കൂടെ എടുത്തിട്ട് അതിനകത്തോടൊക്കെ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും, നല്ല രുചിയുണ്ടാകും കേക്ക് കഴിക്കുമ്പോഴൊക്കെ. അപ്പം പിന്നെ അത് ക്രീം വെച്ച് കൊടുത്ത് പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്പൂൺ ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർത്ത് കൊടുത്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നല്ല ലെവലാക്കി എടുക്കുക. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കുക, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കേക്കാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റിൻ്റെ പല രീതിയിൽ ഉണ്ടാക്കാം, പല ഫ്ലേവറിലും. എല്ലാം സ്പോഞ്ചെല്ലാം സെയിം തന്നെയായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ ഡെക്കറേഷനും ഏത് രീതി വേണമെന്നുള്ളതൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഡ്രം കോട്ട് ചെയ്യുകയാണ്. ഡ്രം കോട്ട് ചെയ്ത് പിന്നെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ടായിരുന്നു തണുപ്പിക്കാൻ വേണ്ടി. ഫ്രിഡ്ജിലേക്ക് തണുപ്പിച്ചതിന് ശേഷം പിന്നെ ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നല്ല ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ലെവലാക്കി എടുത്ത് ഒന്ന് തണുപ്പിച്ചെടുത്തതാണത്. ഇനി ഐസിങ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഐസിങ്ങിന് വേണ്ടി ഇതുപോലെ ക്രീം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. തേച്ച് കൊടുത്ത ഈ സൈഡും മുകളിലൊക്കെ ഒരു അരഞ്ച് കനത്തിൽ അങ്ങ് ക്രീം ഇട്ട് കൊടുത്ത് നല്ല ലെവലാക്കി ഇങ്ങ് എടുക്കുക. അത്രയേ ഉള്ളൂ പണി. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ തലവേദന പിടിച്ച പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, നല്ല ടേസ്റ്റാണ് താനും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷാക്കി എടുക്കണം. സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് ലെവലാക്കി ഫിനിഷാക്കിയതിന് ശേഷം ലൈനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് പിന്നെ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഗനാഷ് ഒഴിക്കുന്നുണ്ടെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം ആയിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്ക്രാപ്പറും കൂടെ വെച്ചിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണേ. ഇതൊന്നും വേണം നിർബന്ധമൊന്നുള്ള കാര്യമല്ല, ഓരോരുത്തർ ഇഷ്ടമാണ്. അതിൽ ഡിസൈനും ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പേരൊക്കെ എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒരു സിലിക്കോണിൻ്റെ ഒരു മോൾഡ് കിട്ടും നമുക്ക്. ഓൺലൈനായിട്ട് ഞാൻ മേടിച്ചാണിത്. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഇതിനകത്തുണ്ട്, ക്യാപിറ്റൽ ലെറ്ററാണ്. അത് ഇതിന് തിരിച്ചിട്ടിട്ട് നമുക്ക് ചോക്ലേറ്റിനകത്ത് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് ഈ ക്യാവിറ്റിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അത് അടർത്തിയെടുക്കാം. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് ക്യാവിറ്റിക്കകത്ത് ഒഴിച്ചിട്ട് ചോക്ലേറ്റൊക്കെ ഇതുപോലെ ഗനാശേ ആ ക്യാവിറ്റിക്കകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് തണുത്തിങ് കഴിക്കാം. അപ്പോൾ അടർത്തിങ് എടുക്കാം നമുക്ക്. അപ്പോൾ പേരൊക്കെ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ജീവിതം വെച്ച് കൊടുത്ത് ഇപ്പം ഞാൻ ആ മോൾഡിനകത്ത് ഉണ്ടാക്കിയെടുത്തതാണ് വെൽക്കം എന്നൊക്കെ. 2024 എന്നുള്ളത് ഞാൻ ഫോണ്ടൻ്റ് വെച്ച് എഴുതിയതാണ്. ആ വെൽക്കം എന്നുള്ളത് ഇതുപോലെ ചോക്ലേറ്റാണിത്. അത് ഉണങ്ങി കഴിയുമ്പം ഇതുപോലെ അങ്ങോട്ട് എടുത്തു വെക്കാം.
അപ്പോൾ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കും, ഒരേ ലെവലിൽ തന്നെ. ആദ്യമൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കേക്കിൻ്റെ മുകളിലൊക്കെ എഴുതുമ്പോഴൊക്കെ കൈ വിറയ്ക്കുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പം ഇതാ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി കേക്കിൻ്റെ, ചോക്ലേറ്റ് കേക്ക്. ഇനി നമുക്ക് സൈഡൊക്കെ വേണമെങ്കിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീമും കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് ഇതുപോലത്തെ ചോക്ലേറ്റ് കേക്ക് അതിൻ്റെ വലിയ കളറൊന്നും കൊടുത്തിട്ടില്ല, വൈറ്റ് ക്രീം തന്നെയാണ്, അതിനകത്ത് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം സൈഡ് മുകളിൽ താഴെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ മനോധർമ്മമാണ് കേട്ടോ, ഡിസൈൻ ഏത് വേണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതൊന്നും അല്ലല്ലോ ഇത്. കസ്റ്റമർക്ക് കൊടുക്കാനുള്ള അവർ പറയും ഇത് ഡിസൈൻ വേണമെന്ന് ചിലരൊക്കെ പറയും, ചിലർ പറയും ഇഷ്ടംപോലെ ഉണ്ടാക്കിക്കാളും പറയും. അപ്പം നമുക്ക് ഇത് രുചികരമായ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുറിക്കാൻ വേണ്ടി റെഡിയാക്കിയതാണ്, പാതിരാത്രിക്ക് തിരക്ക് പിടിച്ചുണ്ടാക്കിയ കേക്കാണ്. അതുകൊണ്ട് പകുതി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, നെയിം എഴുതുന്നൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.